നമസ്കാരം. നൈന ക്രിയേഷൻസിൽ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ദോശയാണ്. ഇത് ഡിന്നറിന് വേണമെങ്കിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ഗ്ലാസ് മട്ട അരിയാണ്. ഇതിപ്പോൾ മട്ട അരിയുടെ നുറുക്കരിയാണ് കേട്ടോ. നുറുക്കരി തന്നെ വേണമെന്നൊന്നുമില്ല, എൻ്റെ കയ്യിൽ നുറുക്കരി കുറേ നാളായിട്ട് ഇരിക്കുകയാണ്, അതുകൊണ്ട് ഞാനത് എടുത്തുവെന്നേ ഉള്ളൂ. ഇനി ഒരു പാത്രത്തിലേക്ക് ഈ 2 അരിയും ഒരുമിച്ച് ചേർത്തിട്ട് നന്നായിട്ട് കഴുകി 2 മണിക്കൂർ നേരം കുതിർത്താൻ വയ്ക്കാം. ഇപ്പോൾ മട്ട അരി മുഴുവനായിട്ടുള്ള അരിയാണ് ഇടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം കുതിർത്തേണ്ടി വരും കേട്ടോ. ഇതിപ്പോൾ നുറുക്കായ കാരണം 2 മണിക്കൂർ മതി. ഒരു പകുതി സവാള അരിഞ്ഞത്, കുറച്ച് കരിവേപ്പില, 1/4 ടീസ്പൂൺ ജീരകം, 2 പിടി തേങ്ങ ചിരകിയതും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. അരി കുതിർക്കാൻ വെച്ച സമയത്ത് ഇതിലേക്ക് ഒരു 4 വറ്റൽമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ളത് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 എണ്ണമാണ് ചേർക്കുന്നത്. ഇപ്പോൾ അരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഇത്തിരി കട്ടിയായിട്ടാണ് മാവിരിക്കുന്നത്. ഇതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 പിടി മുരിങ്ങയുടെ ഇല, നാരൊക്കെ കളഞ്ഞ് ഇല മാത്രമായിട്ട് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇപ്പോൾ ഇതാ മുരിങ്ങയുടെ ഇല കഴുകിയത് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. മാവ് കണ്ടോ, ഇത്രയും ലൂസായിട്ട് എടുക്കണം. ഇപ്പോൾ ഈ മാവിലേക്ക് മുഴുവനായിട്ട് മുരിങ്ങയുടെ ഇല ഇടാത്തത് ഈ ദോശ ഉണ്ടാക്കണ സമയത്ത് തന്നെ മുരിങ്ങയുടെ ഇല ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് ദോശ ഉണ്ടാക്കണുള്ളൂ, 4 മണി പലഹാരമായിട്ട്. ബാക്കിയുള്ളത് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഉണ്ടാക്കണ സമയത്തെ മുരിങ്ങയുടെ ഇല ചേർക്കുള്ളൂ. ഇപ്പോൾ ഇതാ തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തവ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മാവ് നമുക്ക് പരത്തണ സമയത്ത് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കണ അത്രയ്ക്ക് അങ്ങോട്ട് നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. കുറച്ചൊരു കട്ടിയായിട്ടായിരിക്കും ഈ ദോശ ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും ഓളെന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. ഈ ദോശയുടെ മുകളിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ദോശയ്ക്ക് വെളിച്ചെണ്ണ ചേർക്കണതാണ് കൂടുതൽ സ്വാദ് ഉണ്ടാവുക. ഇനി ഈ ദോശ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ദോശയ്ക്ക് ഇത്തിരി കട്ടിയുള്ള കാരണം കൊണ്ട് ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും വെന്ത് കിട്ടില്ല. ഈ ദോശ ഒരു 3-4 പ്രാവശ്യം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുത്തിട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കിക്കോളൂ. ഈ മാവ് ഇതേപോലെ തന്നെ അടച്ചു വെച്ചാൽ മതി. ഉണ്ടാക്കണ സമയമാകുമ്പോൾ മുരിങ്ങയുടെ ഇല ചേർത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ തവയിൽ മാവ് പരത്തിയതിന് ശേഷം മുരിങ്ങയുടെ ഇല മീതെ വെതറി കൊടുത്താലും മതി. ഇപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ 3-4 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ട് മൊരിച്ചെടുത്തതാണ്. മുരിങ്ങയില ചേർത്തിട്ടുള്ള മാവ് ഒരു ദോശയ്ക്കുള്ളതും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ദോശ മോൾവശം ഇതേപോലെ ഒന്ന് വെന്ത് വരുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് രണ്ടാമത്തെ ദോശയും നമുക്ക് 3-4 പ്രാവശ്യം ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ഈ ദോശയ്ക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ അരി അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ദോശ. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ദോശ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇപ്പോൾ മുരിങ്ങയുടെ ഇല കഴിക്കാനൊക്കെ മടിയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ദോശ രൂപത്തിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? വേഗം ഒന്ന് ലൈക്ക് ചെയ്തോളൂ, ഷെയറും കൂടി ഒന്ന് ചെയ്തോളൂ. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.